ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നതായിരിക്കുന്നു. ഞാനും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. കാരണം ഒരുപാട് കാലമായിട്ട് പോണം എന്ന് വിചാരിച്ച് റീൽസിൽ മാത്രം കണ്ട് വീഡിയോസ് കണ്ട് പോണമെന്ന് ഭയങ്കരമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. യെസ്, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, ചെട്ടിനാട്. സോ വെൽക്കം ടു ചെട്ടിനാട് വ്ലോഗ്. അപ്പോൾ ഇന്ന് ചെട്ടിനാട് ട്രിപ്പിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർ വരൂ. സുപ്പു ആൻഡ് സ്നേഹ. ഹായ്. സുപ്പുന് ഇതിനു മുന്നേയുള്ള വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് സ്നേഹൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. സ്നേഹന്റെ ഫുൾ നെയിം സ്നേഹ ലിസ് തങ്കച്ചൻ. അത്രയും പറയണമെന്നില്ല. അപ്പൊ ആക്ച്വലി ഇതിനു മുന്നേ ഞാൻ സുപ്പുവിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ അങ്ങനെ പരിചയം കമ്പനി എന്ന് ഞാൻ പറഞ്ഞില്ലാന്ന് തോന്നുന്നു. അപ്പോ ഞാന് ജോലി കിട്ടിയിട്ട് കൊച്ചിയിൽ ഹോസ്റ്റലിൽ വന്നപ്പോൾ എൻ്റെ റൂംമേറ്റ് ആണ് സുപ്പു. ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നു നമ്മൾ 2018 മുതൽ 2025 അങ്ങനെ അപ്പൊ തൊട്ടുള്ളൊരു കണക്കൂട്ട. കാര്യം എന്ന് വെച്ചാൽ അത് പറയുന്ന അനുസരിച്ച് അത്രയും പ്രായം, ജോലി അന്ന് ഞാൻ അവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് കാലം. അപ്പൊ സുപ്പുവിന്റെ ഫസ്റ്റ് കമ്പനിയിലല്ലേ വർക്ക് ചെയ്ത ആളായിരുന്നു സ്നേഹ. അപ്പൊ സ്നേഹനെ ഞാൻ കമ്പനി ആയത് നമ്മളൊരു ട്രിപ്പ് പോയിട്ടാ, ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ്, ഒരു ഉറുമ്പി ഹിൽസിൽ. അങ്ങനെയാണ് സ്നേഹന കമ്പനി ആയത്. അപ്പൊ ഞങ്ങൾ മൂന്നാളായിരുന്നു ആദ്യം ഒരു മണാലി ട്രിപ്പ് പോയി. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് പോയതായിരുന്നു. അങ്ങനെയാണ് ഞങ്ങള്, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോറി. അതെ. അപ്പൊ ഈ ട്രിപ്പിൽ നമ്മൾ മാത്രല്ല, നമ്മളോട് പിന്നെയും കുറച്ച് ആൾക്കാരുണ്ട്. അവരും കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന വീഡിയോ എടുത്തൊരുക്ക ഒരാളുണ്ട്. ഹായ് പറയൂ. പിന്നെ കുറച്ച് ആൾക്കാർ ബാക്കിൽ ഫോട്ടോ സെഷൻ. ഇൻട്രോവേർട്ടായ ഒരാളും കൂടി ഉണ്ടായിരുന്നു, കാണിക്കരുത് എന്ന് പറഞ്ഞ ആള്. ടോട്ടൽ അങ്ങനെ 7 ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ചെട്ടിനാട് പാലസിന്റെ ഫ്രണ്ടിലാണ്. ഇനിയിപ്പോ ആൾക്കാരുണ്ടാവില്ല പറഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് നിൽക്കുവാണ്. ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് ഫുഡ് തീരുമോന്ന് അറിയില്ല. എന്നാലും അതെ, ഓരോരുത്തരും ഒന്ന് ഫുഡ് തരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അതിന് ശേഷം നമ്മൾ മൊത്തം ചെട്ടിനാട് ഇന്ന് എക്സ്പ്ലോർ ചെയ്യും. യെസ്, റെഡി? ഓക്കെ. പാലസിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. രാവിലെ 10 മണി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ തപ്പിപ്പിടിച്ചാണ് ഒരു സ്ഥലത്ത് കിട്ടിയത്. രാവിലെ ഇഡ്ഡലിയും തൈര് സാദവും ഉള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു സുപ്പ് കഴിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ആ കോമ്പോ? എക്സലന്റ്. നല്ല ഇഡ്ഡലിയായിരുന്നു അല്ലേ? ഈ സാമ്പാറും വേറൊരു നല്ല ടേസ്റ്റ് ആയിരുന്നു. സാമ്പാർ പറഞ്ഞല്ലോ, ശരിക്കും നമ്മുടെ നാട്ടിലെ സാമ്പാർ പോലെ വെറും വെള്ളം, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. എന്തൊരു ടേസ്റ്റ് അല്ലേ? ഇതിന് സാമ്പാർ വിളിക്കാൻ പറ്റില്ല. പരിപ്പിന്റെ ഒരു വെള്ളം പോലെയുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ്. ടേസ്റ്റ് അറിയുന്നത്. രാവിലെ ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഓടി വന്ന് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ത്രില്ലുണ്ടോ? ബേസിക്കലി ഈ ചെട്ടിനാട് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചെട്ടിയാരുടെ വീടുകൾ, പിന്നെ അതുപോലെ ഗ്രാൻഡ് ആയിട്ടുള്ള പാലസ്, മാൻഷൻസ്, പിന്നെ അവരുടെ സ്പെഷ്യാലിറ്റി ആയ ആത്തുംകുടി ടൈൽസ്, ഹാൻഡ്ലൂം സാരീസ് ആൻഡ് സ്പൈസി ചെട്ടിനാട് ഫുഡ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലത്തെ ചെട്ടിനാട് മാൻഷൻസിലോ അല്ലെങ്കിൽ പാലസിലോ സ്റ്റേ ചെയ്യണം. പക്ഷെ അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പൈസ ഉള്ളവർ ഇവിടെ നിൽക്കും, അല്ലാത്തവരും നമ്മളെപ്പോലെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിൽക്കും. അതെ. പിന്നെ കുറച്ച് റീസണബിൾ ആയിട്ട് ചെട്ടിനാട് സ്റ്റൈൽ വീട്ടിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ഓപ്ഷൻ ചെട്ടിനാട് മാനർ ആണ്. അത് പക്ഷെ കുറേ മുന്നേ ബുക്ക് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഹാൻഡ്ലൂം സാരി സെൻറ്ററിൽ പോയി. വെറും 2 ദിവസം കൊണ്ടാണ് ഇവർ ഇതുപോലെ ഒരു സാരി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇവരുടെ ഷോപ്പും ഉണ്ടാവും. നമുക്ക് സാരി അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ചെറിയൊരു ഷോപ്പായിരുന്നു അത്. അവിടെ കുറച്ച് തിരക്കും കൂടി ആയപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം നോക്കിയിട്ട് പിന്നെ വേറൊരു കടയിൽ പോയിട്ട് ഞങ്ങൾ സാരി വാങ്ങിച്ചത്. പണ്ടത്തെ ചെട്ടിയാരുടെ ഒരു വീട് കണ്ടാലോ? 200 വർഷം പഴക്കമുള്ള ഒരു ചെട്ടിയാർ വീടാണിത്. ഈ ഏരിയയിൽ ഇതുപോലെ ഒരുപാട് ചെട്ടിയാർ വീടുകൾ ഉണ്ടാവും. അതിൻ്റെ കെയർടേക്കേഴ്സിന് പെർ ഹെഡ് 50 റുപ്പീസ് വെച്ച് കൊടുത്താൽ നമുക്കിതുപോലെ ഇതിൻ്റെ അകത്ത് കയറി കാണാൻ പറ്റും. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നടുമുറ്റവും പിന്നെ ഈ ഫ്ലോറിൻ്റെ ഭംഗിയല്ലാണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല ഇതിൽ കയറിയിട്ട്. 5 ஃபேமிலி அவங்க எல்லாரும் வேலைக்காக வெளியூர் போயிட்டாங்க.
நாங்கள் 40 இயர்ஸ் இங்கேயே இருக்கோம். நானும் ஒய்ஃபும் 40 இயர்ஸ் இருக்கோம் பார்த்துக்கிட்டு. ஆத்தங்குடியிட்டு இது வந்து சிமெண்டிலே தயார் பண்ணுறது. ஆத்தங்குடியில் நிறைய கம்பெனி இருக்கு, நிறைய வெரைட்டிஸ் இருக்கு. அவ்வளோ டைல்ஸு கூலாக இருக்கும், மற்றதெல்லாம் ஹீட்டு. പുറത്ത് നല്ല വെയിലും ചൂടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കൺസ്ട്രക്ഷൻ, അതായത് ഈ ഓടിന്റെ ഇതൊക്കെ കൊണ്ട് അത്ര ചൂടൊന്നും ഉള്ളിൽ അറിയുന്നില്ല. ഇവിടുത്തെ എല്ലാ ഡോറും തുറന്നുതരാൻ വേണ്ടി ഇവിടുത്തെ ഒരു ഗൈഡിനെ പോലെ നമുക്ക്, അതെ, പേര് അബ്ദു ഫ്രം കൊച്ചി. പണ്ടത്തെ ജിം ഇവിടെയായിരുന്നു തൂക്കിയിരുന്നത്. ജിം ഫോൺ വെക്കാൻ വേണ്ടിട്ടാണോ പണ്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കിയത്? അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെട്ടിയാർ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ആ സ്ട്രീറ്റിലൂടെ കുറച്ചൊക്കെ നടന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ ഫേമസ് ലോട്ടസ് പാലസ് കണ്ടു. ചെട്ടിനാട് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു മഴ, അല്ലേ? എന്തോ ഭാഗ്യം കൊണ്ട് ഒരു 3 കുട എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 7 ആള് 3 കുടയിൽ ഉണ്ടാകുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത്. ഓരോന്ന് ക്യാപ്പ് ഇട്ടിച്ച് അല്ലാണ്ട് അങ്ങനെയൊക്കെ നടക്കുവാണ്. കൂടിയും കുറഞ്ഞും വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാലും ക്ലൈമറ്റ് വിശ്വസിക്കാൻ പറ്റില്ല. നവംബർ ഡിസംബറിൽ വരുവാണെങ്കിൽ എന്തായാലും കുട എടുത്തേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിലെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് 10 മണിക്ക് ശേഷം ഇവിടെ കിട്ടില്ല. അതെ, ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 10 മണിക്കുള്ളിൽ എന്തായാലും എല്ലാം തീരും. പിന്നെ ഇവർ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയാലും ഒരു ഫുഡും ഉണ്ടാവില്ല, അത് ആവുന്നവരെ. അപ്പം ഭക്ഷണം കുറച്ച് സ്ട്രിക്റ്റാണ്, കുറച്ച് ടൈമിങ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ചെട്ടിനാട് ഹാൻഡ്ലൂം വീവിങ് സെൻറ്റർ. അവിടെ പോയി ഇനി കുറച്ച് സാരി എല്ലാം നോക്കണം. ഇവിടുത്തെ സ്പെഷ്യൽ സാരി കാട്ടാങ്കി എന്താണെന്ന് പറയുന്നത്, ചെട്ടിനാട് സാരി നോക്കാം. അങ്ങനെ ഞങ്ങൾ സാരി നോക്കി തുടങ്ങി. ചെട്ടിനാട് കണ്ടാങ്കി സാരീസ് 100 years ஓல்டு டிசைன். பாலும் பழம் கட்டம்னு சொல்லுவாங்க. இது பியூர் காட்டன். செக்குடு இருக்கு, பிளைன் இருக்கு, இந்த மாதிரி டெம்பிள் பார்டர் இருக்கு, இந்த மாதிரி இருக்கு. இது இந்த மாதிரி இது 100 கவுண்டு காட்டன் ப்ளவுஸ் அட்டாச். அங்கே சாரீஸ் வந்து 1200. இது வந்து 100 கவுண்டு 1500. ഒരു സ്കേർട്ട് ടോപ്പ്. സാരി അധികം യൂസ് ചെയ്യാത്ത എനിക്ക് പോലും അവിടെ എത്തിയിട്ട് എല്ലാ സാരിയും വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. നല്ല കുറേ കളക്ഷൻസ് ഉണ്ട്. നന്നായി ബാർഗെയിൻ ചെയ്താൽ അതിനനുസരിച്ച് കുറച്ച് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. வாஷ் பண்ணி நிழலில் காய போடணும். அப்புறம் அயன் பண்ணி கட்டிக்க வேண்டியது. கலர் போகாது, கேரண்டி. അതിൻ്റെ ഇടയിൽ ഈ ഷോപ്പിൽ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് മാർക്കറ്റ് ചെയ്യായിരുന്നു. പക്ഷെ എന്തുകൊണ്ടും വേർത്താണ് ഇവിടെ വരുന്നത്. നല്ല കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാനുള്ള സൗകര്യമുണ്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഈ 3 എണ്ണമാണ്. ഒരെണ്ണം
ഇതിൽ ഏത് സാരിയാണ് ഏറ്റവും അടിപൊളി എന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ഏത് എടുത്തിട്ടുണ്ടാവുമോ നിങ്ങളൊന്ന് ഗസ് ചെയ്യും. ഓക്കെ, ഇത് മൂന്നും അടിപൊളി, നല്ല ഇഷ്ടമായി. ഏത് എടുക്കേണ്ടത് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം ഭാഗ്യം ചെയ്ത് ഞങ്ങൾ സാരിയും വാങ്ങിച്ചിട്ട് ഇറങ്ങി. പിന്നെ കുറേ നടന്ന ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ജ്യൂസൊക്കെ കുടിച്ചു. എങ്ങനെയുണ്ട്? സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ അതും കുടിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് മടങ്ങി. സോ ചെട്ടിനാട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസോടുകൂടിയാണ് ഞാൻ വന്നത്. പക്ഷേ ഈ റീൽസിലും വീഡിയോസിലും കാണുന്ന പോലെ പാലസിലോ മാൻഷൻസിലോ മാത്രം നിന്നാലേ ആ ഒരു ഹെറിറ്റേജ് ഫീല് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത്രയും എക്സ്പെൻസീവായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പം അത്രയും അടിപൊളി ഫീല് കിട്ടുമായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മള് ചെട്ടിനാടുന്ന് മടങ്ങുവാണ്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ എക്സ്പീരിയൻസ്? കുഴപ്പമില്ലായിരുന്നു. നമ്മള് ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. പിന്നെ മഴയും ഇതൊക്കെ കാരണം കുറച്ച് നമ്മള് വിചാരിച്ചത്ര എല്ലാം ഒരുപോലൊക്കെ അതെ, തന്നെ. ക്ലൈമറ്റ് ഭയങ്കര ഫേവറബിൾ ആയിരുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ അത്ര ഇതായിരുന്നില്ല. എന്ന് വെച്ചാൽ എന്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയനിൽ ചെട്ടിനാട് മാത്രമായിട്ട് പ്ലാൻ ചെയ്താൽ കുറച്ച് അതത്ര വേർത്തല്ല, കുറച്ചൊരു ഡിസപ്പോയിന്റഡ് ആവും. ചെട്ടിനാട് മാത്രമാണ്. അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നവംബർ ഡിസംബർ മഴ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോ തുടങ്ങിയ മഴയാണ്. എന്താ ഐശ്വര്യം അറിയില്ല. സന്തോഷം ഞങ്ങൾക്ക്. പക്ഷെ വേറൊരു കാര്യം, ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, ഞങ്ങള് ചെറിയ ചെറിയ പിന്നെ എന്താ പറയാ ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് തട്ടുകട പോലത്തെ സ്ഥലത്തൊക്കെ ഫുഡ് കഴിച്ച എല്ലാം അടിപൊളിയായിരുന്നു. ചെട്ടിനാട് ബിരിയാണി സൂപ്പർ ആയിരുന്നു അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുന്ന പോലും കേൾക്കാൻ പറ്റുന്നതായിരുന്നു, അത്രയും മഴ. ഇപ്പൊ ഞങ്ങള് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളെ ഫേവറേറ്റ് അടിപൊളി നമ്മളെ സ്ഥലത്ത് അടുത്ത സ്പോട്ടിലേക്ക്. അപ്പൊ സ്റ്റേ ട്യൂൺ എല്ലാരും. ഈ ട്രിപ്പിൽ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമായ ഒരു സംഭവം എന്താ വെച്ചാൽ ഞാൻ കാണിക്കാം. സുപ്പു ഉണ്ടെന്ന് ഈ പെട്ടി എവിടെ? ഈ പെട്ടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഞങ്ങള് പോകുന്നതല്ല. ഈ പെട്ടി എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് വെൽക്കം ടു അവർ തഞ്ചാവൂർ റൂം. അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂരെത്തി. ഹോട്ടൽ വിക്ടോറിയയിലാണ് ഞങ്ങൾ റൂം എടുത്തത്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. നല്ല നീറ്റായിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെയുള്ള റൂം തന്നെയാണ്. വൈകുന്നേരം ആകുമ്പോൾ എത്തുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ലേറ്റായി, 8 മണിയായി എത്താൻ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് പോയി ഈവനിങ് ലൈറ്റൊക്കെ കാണാൻ. വൈകുന്നേരം ഈ ടെമ്പിൾ കാണുന്നത്, എസ്പെഷ്യലി ഈ ഒരു ലൈറ്റിൽ ഭയങ്കര രസമാണ്. അതൊരിക്കലും മിസ് ചെയ്യരുത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ എന്തോ അവസാനത്തെ ഒരു പൂജ നടക്കുമായിരുന്നു. അതാണ് ഈ കാണുന്നത്. തഞ്ചാവൂർ എന്ന് പറയുമ്പോൾ പെരിയ കോവില് പോലെ തന്നെ മനസ്സിൽ വരുന്ന ഒന്നാണ് ഈ ഡാൻസിങ് ഡോൾസ്. എന്തായാലും ലൈഫിൽ ഒരിക്കൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചൊരു സ്ഥലമായിരുന്നു തഞ്ചാവൂർ. പിന്നെ ഈ ടെമ്പിളും. അങ്ങനെ ആഗ്രഹിച്ച് പോയപ്പോൾ ഭയങ്കര സന്തോഷമായി അവിടെ എത്തിയപ്പോൾ. തിരക്കൊഴിവാക്കാൻ ഞങ്ങൾ നേരത്തെ നല്ല ട്രഡീഷണൽ അറ്റയറിലൊക്കെ പോയി. പക്ഷെ നല്ല മഴയായിരുന്നു. അത് കുറച്ചൊരു മൂഡ് ഓഫ് ആയി. പക്ഷെ ഞങ്ങൾ ആ ഒരു സമയം കൊണ്ട് വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ലൊരു നെയ്റോസ്റ്റും ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ നടന്ന് അമ്പലത്തിലേക്ക് പോയി. ആ നടന്ന് പോകുമ്പം തന്നെ ദൂരേന്ന് കാണുമ്പം തന്നെ നല്ലൊരു ഫീലാണ്. അമ്പലത്തിൽ മെയിൻ എൻട്രൻസിന് മുന്നേ 2 കവാടങ്ങളുണ്ട്. ഒന്ന് കഴിഞ്ഞു, ആൻഡ് ഇതും കൂടെ കഴിഞ്ഞിട്ടാണ് മെയിൻ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം കാണുന്നത് ഒരു വലിയ നന്ദിയുടെ പ്രതിമയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശിവലിംഗം ഉള്ളത്. എല്ലാം മനസ്സിലായില്ലേ സ്നേഹ? എല്ലാം മനസ്സിലായില്ലേ? നീ പറഞ്ഞിരുന്നോ? എമർജൻസി. അത് രണ്ടും മാത്രമാണ് ഇത്രയും സമയം വായിച്ചിട്ട് നീ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക്സ്. അമ്പലത്തിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ ബാഗൊക്കെ വെക്കാം. ഇങ്ങനെ 2 കവാടങ്ങളും കഴിഞ്ഞു. ഫൈനലി അകത്ത് എത്തിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എവിടെയൊക്കെയാണ് നോക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. എവിടെ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊത്തുപണികളും നല്ല രസമുള്ള കുറേ കാര്യങ്ങൾ. ഈ ടെമ്പിളിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ ചോളരാജാവായ രാജരാജ ചോളനായിരുന്നു ഈ ക്ഷേത്രം നിർമ്മിച്ചത്. രാജാവിന് ശിവനോടുള്ള ഭക്തിയും അതേപോലെ ചോള രാഷ്ട്രത്തിൻ്റെ ശക്തി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനും വേണ്ടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്.
ഈ ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററിനെ പറ്റിയാണെങ്കിലും അല്ലാണ്ട് ഒരുപാട് കഥകളുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ കാണുന്ന ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു കൽക്കുംഭമാണ്. 80 ടൺ തൂക്കമുണ്ട് ആ ഒരു ഏകശില കൽക്കുംഭത്തിന്. അന്നത്തെ കാലത്ത് ഒരു യന്ത്രങ്ങളും ഒന്നും ഇല്ലാണ്ട് ഇതെങ്ങനെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിച്ചു എന്നുള്ളത് ഒരു ഉത്തരം കിട്ടാത്ത അത്ഭുതം തന്നെയാണ്. ഇവിടുത്തെ ചിത്രങ്ങളാണെങ്കിലും ശില്പങ്ങളും അതുപോലെ തമിഴ് ചോല ശൈലിയിലുള്ള വാസ്തുവിദ്യയൊക്കെ ഇന്നും ലോക പൈതൃകത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് യുനെസ്കോ ഈ ക്ഷേത്രത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചത്. ഇത്രയും വലിയൊരു സ്പേസ്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ആർക്കിടെക്ചറും പിന്നെ ഈ ഒരു ബ്യൂട്ടിയൊക്കെ അത് ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ഫീൽ ചെയ്യുന്ന അറിയില്ല. ഭയങ്കര എന്താ പറയുക, എന്തോ കുറേ വർഷങ്ങൾക്ക് മുന്നേ ബാക്കിലോട്ടൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ്. ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അമ്പലത്തിന്റെ ഹിസ്റ്ററി അറിയുന്നത് രാഹുലാണ് അല്ലേ? അതുകൊണ്ട് എല്ലാ ഡൗട്ട്സും നമ്മൾ ചോദിക്കുന്നത് രാഹുലിനോട്. അപ്പൊ ഇതാരാന്ന് പറഞ്ഞുതരും. സംഭവം നമ്മുടെ അടുത്തെല്ലാം പറഞ്ഞത് ഇതിന്റെ ഫുൾ ഹിസ്റ്ററി രാഹുലിന് അറിയാം. അപ്പൊ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് കയ്യിൽ നിന്ന് ആൻസർ ഇട്ടിട്ട് പറയുന്നു. പറയാത്തതാ നല്ലത്. ചോദിക്കുന്ന ഡൗട്ട്സിനെല്ലാം കയ്യിൽ നിന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയോ. ആ ലാ എല്ലാം ഉണ്ടല്ലേ. ഒരു മയത്തിലൊക്കെ മതി. ഒരു മയത്തിലൊക്കെ മതി. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് മടങ്ങി റൂം വെക്കേറ്റ് ചെയ്ത് കഴിക്കാൻ പോയി. ഈ 2 ദിവസം ഞങ്ങൾ മെയിനായിട്ട് കഴിച്ചത് ചെട്ടിനാട് ബിരിയാണി ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ബോംബെ സ്വീറ്റ്സ് നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തഞ്ചാവൂരിൽ നിന്ന് ഒഫീഷ്യലി മടങ്ങി. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഈ ട്രിപ്പിൽ ഞങ്ങളെ കാലാവസ്ഥ ഇടക്കിടക്കായിട്ട് ചതിച്ചെങ്കിലും പിന്നെ അത് ആലോചിച്ച് കുറേ പറഞ്ഞ് ചിരിച്ച് ട്രിപ്പ് ഞങ്ങൾ മൊത്തത്തിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെട്ടിനാട് തഞ്ചാവൂർ വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.